ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് കരച്ചിലോളി എന്ന് പറഞ്ഞിട്ടാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നാഗദേവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം ചേച്ചിയുടെയൊക്കെ ഡയലോഗ് എടുത്തിട്ട് കാച്ചാൻ തോന്നും. എന്ത് കാട്ടപരാധമാണെന്നാണ് ചോദിക്കുന്നത്. അരേ ബൈ, ഈ കാട്ടപരാധം എന്ന് പറയുന്ന വലിയ വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് എന്ത് അപരാധമാണ് ആ പടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുജിത്ത് നല്ല ചൂടനാണ്. സുജിത്ത് അതെ കണ്ണു എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇതേ കണ്ട. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ കാണിച്ചു തന്നിട്ടോ സ്ക്രീനിൽ, കണ്ട ഇത്രയും വൃത്തികേടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. സിനിമ, സീരിയൽ താരം, ഗായിക എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രേക്ഷകരുടെ ഏറെ പ്രിയങ്കരയായ മനീഷ കേസാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മനീഷ് ചേച്ചി, നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു അഭിമുഖത്തിനിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ചേച്ചി. നമ്മൾ ഇതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ചേച്ചിയുടെ ഒരു വളർച്ചയും അല്ലെങ്കിൽ അതൊക്കെ കണ്ടിരുന്ന ഒരു സുഹൃത്തുകൂടിയാണ് ഞാൻ. എനിക്കത് വളരെയധികം ഒരു സന്തോഷമുണ്ട്. പുതിയൊരു വിശേഷം എന്ന് പറയുന്നത് മാജിക് മഷ്റൂം തന്നെയാണ്. അതിലൊരു നല്ലൊരു കഥാപാത്രം ചെയ്തിരിക്കുകയാണ്, അത് പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു എക്സൈറ്റ്മെന്റ്, എങ്ങനെയാണ്? അയ്യോ, എക്സൈറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ കരഞ്ഞു വിളിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് സിനിമയിൽ ഇങ്ങനെ മുഴുനീളെ നിൽക്കുന്ന ഒരു കഥാപാത്രം, അത് സിനിമയിൽ കേട്ടോ, സീരിയലല്ല, സിനിമയിൽ മുഴുനീളമായിട്ട് നിൽക്കുന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ മാജിക് മഷ്റൂമിലാണ്. അതെനിക്ക് വീണ് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മുടെ സമയം എടുക്കുമ്പോൾ എല്ലാം പ്രകൃതി എല്ലാം അതിന് ഒരുങ്ങി നിൽക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. നാദിർഷയുടെ ഒരു ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പടത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു പെണ്ണിനെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സംവിധായകൻ നാദിർഷ എന്ന് കണ്ടപ്പോൾ ഞാൻ നാദീനെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നാദി ഇത്ര പടങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട്, അതായത് കല്യാണത്തിനൊക്കെ മുന്നേ തന്നെയും നമ്മൾ ഗാനമേള വേദികളിലൂടെയൊക്കെ ഒരുപാട് പരിചയമുള്ളൊരു സുഹൃത്തു കൂടിയാണ് നാദിർഷ. അപ്പോൾ ആ ഒരു സൗഹൃദം എപ്പോഴാണെങ്കിലും ഫോൺ വിളിച്ചാൽ മനീഷ സുഖമാണോ ഒന്ന് ചോദിക്കുന്നൊരു സൗഹൃദം എപ്പോഴും ഉണ്ട്. അപ്പോൾ വിളിക്കാൻ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് വിളിച്ച് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഇതിലെല്ലാവരും ഫിക്സ് ആയായിരുന്നു, പിന്നിപ്പോൾ ആരാളുള്ള നോക്കട്ടെ, എന്തെങ്കിലും കഥാപാത്രം വരികയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു റെസ്പോണ്ട് ഭയങ്കര പെട്ടെന്നാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, മനീഷ കുറച്ച് സീരിയസ് ആയിട്ട് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇതിനകത്ത് ബിന്ദു ചേച്ചിനെയാണ് അമ്മ ക്യാരക്ടർ, നായികയുടെ അമ്മയായിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ബിന്ദു ചേച്ചിക്ക് എന്തോ ഡേറ്റ് ക്ലാഷ് ഉണ്ടായിരുന്നു. വേറൊരു പടം ഈ പടത്തിലേക്ക് കണ്ടിന്യൂസ് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അപ്പോൾ അവർ വിചാരിച്ചു കോംപ്രമൈസ് ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കോൾ വന്നപ്പോൾ എന്നാൽ പിന്നെ എന്തുകൊണ്ട് മനീഷനെ ഒന്ന് പരീക്ഷിച്ചുകൂടാ. അങ്ങനെ നാദിയുടെ സ്വയം റിസ്കിൽ എന്നെ എടുത്തതാണ്. അത് മാത്രമല്ല, അഷ്റഫ് പാലക്കല്ല ഇതിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹം എൻ്റെ പേര് കേട്ടപ്പോൾ, അദ്ദേഹം ഒരു പ്രവാസിയാണ്, പ്രവാസ ലോകത്ത് വെച്ചിട്ട് നമുക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ മനീഷിനെ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചേച്ചി, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ ഇതിനു മുൻപ് രസതന്ത്രം, തന്മാത്ര പോലുള്ള സിനിമകൾ ചെയ്തെങ്കിലും കുറച്ചും കൂടെ അതിനുശേഷം ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വന്നപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങി. പക്ഷെ ഒരു സിനിമയിൽ അത്രയും നമുക്കൊരു നല്ലൊരു ക്യാരക്ടർ വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയമായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പല സമയത്തും നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിൽ വരുന്ന സമയത്ത് അത് പ്രാവർത്തികമായിരിക്കുകയാണ്. നല്ലൊരു എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എടി നീ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞ പോലത്തെ ഒരു ഫീലായിരുന്നു. സത്യമാണ്. അപ്പം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാം, അപ്പം നമുക്ക് ഒരു ആൾക്കൊരു വേദി കിട്ടിയാലല്ലേ അവരുടെ കാലിബർ എന്താണെന്ന് കാണിക്കാൻ ഒരു അവസരം കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് ചാൻസ് ചോദിക്കാന്നേ ഉള്ളൂ. പല ആൾക്കാരെയും നമ്മൾ അങ്ങോട്ട് വിളിച്ച് പടം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേഷം എന്ന്, ഞാൻ വലിയ വമ്പൻ സംവിധായകരടക്കമുള്ള എല്ലാ ആൾക്കാരെയും നമ്മളിപ്പോൾ വിളിക്കാത്തത് കൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും നമ്മൾ കുത്തിയിരുന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമയവും കൂടി തെളിയണം എന്നുള്ളതാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണങ്ങളുടെ മേഖലയാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ഭാഗ്യം നമ്മുടെ തലവരയിൽ തെളിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ അത്
എന്താ വർക്കൗട്ട് ആവും. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ബിൻചേച്ചിക്ക് അങ്ങനെ ഡേറ്റ് കിട്ടാതെ വരികയും ആ ഒരു സ്ഥാനത്തേക്ക് എനിക്ക് കയറാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതും. സത്യം പറഞ്ഞാൽ ബിന്ദു ചേച്ചിയെ പോലുള്ള ആൾക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടും ഒരു അനുഗ്രഹമായിട്ടുമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഞാനടക്കം സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്കും ഈ തരത്തിലുള്ളൊരു നമുക്കൊരു ഇമോഷനാണ് എനിക്കുണ്ടായത്. ഒരു സന്തോഷം എന്ന് പറയില്ലേ, നമ്മുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു വളർച്ച ഉണ്ടാവുന്ന ഒരു സന്തോഷം. ഞാൻ അതിലും ആ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട്. അല്ല, നമ്മളെ അറിയാവുന്ന ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ കരഞ്ഞു നിൽക്കുന്ന വീഡിയോകളുടെ താഴെ വന്ന കമന്റ്സ് എന്നെ ബോദർ ചെയ്യാറില്ല. പക്ഷെ ഞാൻ വായിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ചിലതുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു പോകുന്ന സംഗതികൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കമന്റ്സ് ചിലത് വായിച്ചു നോക്കണമെന്ന്. പക്ഷെ അതെല്ലാം മനസ്സിലേക്ക് എടുക്കാറില്ല. ഉൾക്കൊള്ളേണ്ടത് മാത്രം ഉൾക്കൊള്ളാറുള്ളൂ. പക്ഷെ അതിനകത്ത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എത്ര കലുഷമായ മാനസികാവസ്ഥയിലൂടെയാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവാറുണ്ട്. അതിനകത്ത് ഓരോരുത്തർ പറയാറുണ്ട്, തള്ളച്ചി വന്ന് കിടന്നങ്ങ് മോങ്ങുവാണ്, സിനിമ പൊട്ടി എൻ്റെ വിഷമമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ടതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത്? ഒരു മനുഷ്യന് വർഷങ്ങളായിട്ട് കാത്തിരുന്നതിന് ശേഷം ഒരു മുഴുനീള കഥാപാത്രം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷ കണ്ണീരായിരുന്നു അത്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് കരച്ചിലോളി എന്ന് പറഞ്ഞിട്ടാണ്. കരച്ചിൽ എന്ന് പറയുന്നത് മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വികാരമാണ്. അതൊരു മോശക്കേടൊന്നും അല്ല. ചിരിക്കുന്നത് പോലെ തന്നെ ഒരു സംഗതിയാണ് കരച്ചിലും. ചില ആൾക്കാർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കാം, ചിരിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ ഒരാളായിരിക്കാം. അതിപ്പോ എല്ലാവരിലേക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോകുന്നത് അത്രയും മാനുഷിക വികാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്മാരാണോ ഇപ്പൊ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോവാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു ബിഗ് ബോസിൽ ആ ഒരു ബിഗ് ബോസ് എന്നുള്ള അധ്യായം കഴിഞ്ഞു. നമ്മൾ അതിന് നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട ഒരു സമയം. നമ്മൾ പുതിയ ഒരു സിനിമകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷെ ആ കണ്ണിലൂടെയാണ് ആളുകൾ എനിക്ക് തോന്നുന്നു കാണുന്നതാണ്. ഇപ്പൊ ചേച്ചി ഒരു സിനിമ ചെയ്യുന്ന പാട്ട് പാടുമ്പോഴായാലും അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? 100% തോന്നിയിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് വളരാൻ, മറ്റുള്ളവർ വളർന്നു വരുന്നത് കാണാൻ ആഗ്രഹമില്ല. ആ ഒരു മുരടിച്ചു നിൽക്കാൻ ആണ് എല്ലാവർക്കും താല്പര്യം. അല്ലെങ്കിൽ പിന്നെ മനസ്സറിഞ്ഞ ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു ആൾക്കാർ? എന്നിലില്ലാത്തൊരു കഴിവ് അവൾക്ക് ഉണ്ടായി പോകുന്നു. അപ്പൊ അസൂയാണ് ആൾക്കാർക്ക് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചില കമന്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നാഗദേവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം ചേച്ചിയുടെയൊക്കെ ഡയലോഗ് എടുത്തിട്ട് കാച്ചാൻ തോന്നും. ശരിക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ അത്തരം മറുപടികളാണ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത്. പിന്നെ നമുക്കത് പറയാനുള്ള ഒരു ജാള്യത കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ്. അല്ല, നമ്മളെല്ലാവരും വളരുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ നമ്മൾ ആ ഒരു കണ്ണിൽ വെച്ച് കണ്ടിട്ട് അപ്പോഴും വൃന്ദ, ഞാനൊരു കാര്യം പറയാം മോളെ. ഇപ്പൊ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 50% നമ്മളെ ഇഷ്ടപ്പെടുകയും 50% നമ്മളോട് വിയോജിപ്പ് കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിപ്പോ നമുക്കും അങ്ങനെയാണ്. എല്ലാം നമുക്ക് ഇഷ്ടമല്ലല്ലോ. നമുക്കും ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഇഷ്ടമല്ലാത്തതിനോട് നമ്മൾ കാണിക്കുന്ന സമീപനത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാന്യതയാണ് നമ്മുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ അത് എടുക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അതിൽ ഞാൻ കയറിയിട്ട് എൻ്റെ എന്താ പറയാ വിഷമങ്ങളും എൻ്റെ ഫ്രസ്ട്രേഷൻസും ഒക്കെ കൊണ്ടുപോയി അവിടെ ഛർദ്ദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ ലൈഫിൽ പിന്നെയും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്നത് ഈ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നാശം ഉണ്ടാവുന്ന ഇല്ല, വളർച്ചയുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉറപ്പായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി മാത്രം. ഇതൊന്നും നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ BP കൂട്ടുന്നു, നിങ്ങളുടെ സ്വഭാവത്തിലുള്ള എന്താ പറയാ ആ ഒരു വൃത്തികേട് നിങ്ങളുടെ നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നു. നിങ്ങൾ തന്നെയാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. അത് ചേച്ചി പറഞ്ഞ ഒരു കാര്യം. ഇപ്പോഴും ചേച്ചിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരാൾ തന്നെയാണ്. അത് നമ്മള് അത് വിചാരിച്ച് പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. അവർ പറയുന്നത് പറയും. അല്ല, ഈ മോശം കമന്റ് ഇടുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഒരു നേരം പട്ടിണിയാണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ, ഒരു നേരം ഭക്ഷണം കഴിച്ചോ ചോദിക്കുന്നില്ലല്ലോ. അങ്ങനെ ചോദിക്കുന്ന ഒരാളാണ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇത് പറയുന്നുണ്ടെങ്കിൽ, അയ്യോ അപ്പൊ ഞാൻ തിരുത്തേണ്ടതുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ഇത് നമ്മുടെ മുന്നിൽ വന്നിരുന്ന ഈ വൃത്തികേട് പിടിക്കാൻ മാത്രം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇതൊന്നും ആവാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. എനിക്ക് അവരോട് സഹതാപമാണ്. സാരമില്ല കുട്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന്
എനിക്ക് മനസ്സുകൊണ്ട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതായത് നമ്മളെ പല പല ടെൻഷനുള്ള ആളുകളായിരിക്കാം, പല പല ഇമോഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ. നമുക്കൊരു സിനിമ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടെൻഷൻ മാറ്റാനും അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ്, അതാണല്ലോ സിനിമ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷേ സിനിമ ഇറങ്ങിയ സമയത്ത് മിക്സഡ് ആയിട്ടുള്ള പല പല റിവ്യൂസ് ആയാലും പല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട് ഒരു ഭാഗത്ത്, ഒരു നെഗറ്റീവ്. അതിനൊക്കെ എങ്ങനെയാണ് ചേച്ചി കാണുന്നത്? അല്ല, അതെനിക്ക് വേദന ഉണ്ടാക്കിയ ഒരുപാട് അനുഭവങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഏതോ ഒരാൾ ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ അതിപ്പോ നമ്മളെ മെൻഷൻ ചെയ്യേണ്ട ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനകത്തൊരു കണ്ടന്റ് എന്താന്ന് വെച്ചാല് ഇതിനകത്ത് എന്ത് കാട്ടപരാധമാണെന്നാണ് ചോദിക്കുന്നത്. അരേ ബൈ, ഈ കാട്ടപരാധം എന്ന് പറയുന്ന വലിയ വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് എന്ത് അപരാധമാണ് ആ പടത്തിൽ ഉണ്ടായിരുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു നോർമൽ മൂവി, നമ്മളാരും അതിനകത്ത് ഭയങ്കര സാഹിത്യ കൃതിയായിട്ട് ഒന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. ഇതൊരു ചെറിയ മൂവിയാണ്, കുറച്ച് ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫാമിലി എന്റർടൈനർ. അതിനകത്ത് ചിരിക്കാനുണ്ടാവാം, ചിന്തിക്കാനുണ്ടാവാം, അങ്ങനെ പലതും എന്താ പറയുക കോർത്തിണക്കിയിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി. ഞങ്ങൾ പറയുന്ന ഒരു അവകാശവാദം ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടിയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. അത് മാത്രമേ നമ്മൾ ഇതിലൊരു പരസ്യമായിട്ട് നമ്മളായിട്ട് ഉന്നയിച്ച ഒരു അവകാശവാദമുള്ളൂ. അത് തന്നെയാണ്. നിങ്ങൾക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. അതിനകത്ത് നമ്മൾ ഇത്ര മണിക്കൂർ ഈ ചുറ്റും ഈ തിരക്കേറിയ ജീവിതത്തിൽ, ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിതത്തിൽ നമ്മൾ കുറച്ച് നേരം തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് തമാശ പറഞ്ഞ് ഇങ്ങോട്ട് പോരുക. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും അതിനകത്തില്ല. അപ്പം അതിനകത്ത് ആ ഒരു വ്ളോഗർ പറയുന്നുണ്ട്, ഇതിനകത്ത് DOP വലിയ കുഴപ്പമില്ല, ഇതിനകത്ത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമറാമാനെ കുറിച്ച് കുറേ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് ക്യാമറാമാൻ ആരാന്ന് അറിഞ്ഞുകൂടാ. പടം കണ്ട വ്യക്തിയാണെന്നാണ് പറയുന്നത്. സുജിത് വാസുദേവൻ എന്ന് പറയുന്ന ക്യാമറാമാനെ അറിഞ്ഞൂടാത്ത മലയാളികളില്ല. എന്നിട്ട് പുള്ളി പറയുന്നത് സിനിമയുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അതിനകത്ത് പോലും ഡീറ്റെയിൽസ് കിടക്കുന്നില്ല. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവാം, എന്തോ ഇന്റൻഷനലി നമ്മളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സത്യസന്ധമായ എന്താ പറയുക അഭിപ്രായങ്ങൾ പറയട്ടെ. ഇപ്പൊ പറയാം, അയ്യോ ഇതിനകത്തൊരു ലോജിക്കില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, അങ്ങനെ ഒരു കേട്ടാൽ നമുക്ക് തെറ്റ് മനസ്സിലാകാത്തക്ക രീതിയിൽ എനിക്കത് എങ്ങനെ വിശദീകരിക്കണം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഒരിക്കലും അത് ആ രീതിയിൽ വരുത്തി തീർക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് പേരുടെ അധ്വാനമാണ്, ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. ഇപ്പൊ 10-28 വയസ്സുള്ളൊരു മോനാണ്, ആകാശാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അദ്ദേഹം തിയേറ്ററിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അതായത് കുറച്ച് ചെറുപ്പക്കാരുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള കഠിന പ്രയത്നമാണ്, അത് പ്രോത്സാഹിപ്പിക്കണം എന്ന് ഇപ്പോഴും പറയുന്നു. അതെ. അല്ല, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിനെ അങ്ങനെ അങ്ങ് കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, മറ്റുള്ളവർ പോയി കാണട്ടെ, അവരുടെയും അഭിപ്രായങ്ങൾ പറയട്ടെ. അല്ലാതെ നിങ്ങൾ ആരും ഇത് ദയവ് ചെയ്ത് തിയേറ്ററിൽ പോയി കാണരുത്. സിനിമയെ കുറിച്ച് റിവ്യൂ കൊടുക്കുന്ന ആൾക്കാർ യഥാർത്ഥ ചലച്ചിത്ര നിരൂപകനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറെ പേര് ഇങ്ങനെ റിവ്യൂസ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പറയുന്ന ചില ഭാഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നും. ഇവരെയൊക്കെ വീട്ടിൽ നിന്നാണോ പൈസ എടുത്തു കൊണ്ടുവന്ന് ഈ സിനിമ ഇറക്കിയെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുടക്കിയ ആ ഒരു തുക, അപ്പൊ എല്ലാവരും പറയും എന്ത് ആവശ്യത്തിനെന്ന് ചോദിക്കും. അതാണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ പാഷനാണ്, ഓരോരുത്തരുടെ. ഇപ്പൊ ഞാനൊരു പടം സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പടമല്ലേ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരിക്കലും കട്ടപ്പനയിലെ ഋതിക് റോഷനെ വെച്ച് ഇത് കമ്പാരിസൺ ചെയ്തത്, ഇത് വേറെ തന്നെ ഒരു പടമാണ്. വിഷ്ണുവാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററെങ്കിൽ ഇതിനകത്ത് ആകാശാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ ആകാശിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ അവൻ കണ്ട കാഴ്ചകളും അവൻ അനുഭവിച്ച അനുഭവങ്ങളും ഒക്കെ ആയിരിക്കും അവന്റെ എഴുത്തിലുണ്ടാവുക. അതിന് വ്യത്യാസം ഉണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പോ എപ്പോഴും പറയാറുണ്ട്, നാദൃഷിക്കയുടെ സിനിമ എടുത്ത് നോക്കണം. ഇപ്പൊ അമർ അക്ബർ എന്തോണി ആയാലും അല്ലെങ്കിൽ ഈ കട്ടപ്പന ഹൃത്തിക് റോഷനൊക്കെ ആയാലും
എത്ര നമ്മളിപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല സംഭാഷണങ്ങളും തമാശകളും ഒക്കെ കാലത്തെ അതിജീവിക്കുന്ന രീതിയിലുള്ള, അതായത് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള തമാശകൾ. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് നാദിർഷ എന്ന് പറയുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ പാരഡി ഗാനങ്ങളൊക്കെ ഒരു കാലത്ത് അദ്ദേഹം എഴുതിയ ആ ഒരു എഴുത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുകയെന്ന് പോലും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഇനിയിപ്പോ കുറച്ച് വർഷം കഴിഞ്ഞാൽ പറയും ആ മാജിക് മഷ്റൂമിലത്തെ ആ ഡയലോഗുകൾ പറയും. അത് നമ്മൾ ഇപ്പൊ ഇത്രയും സിനിമകൾ പറഞ്ഞ പോലെ തന്നെ അതും ഇതുപോലെ സംഭവിക്കും. ഇപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ ആ സമയം ഇത് ഈ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ശരിക്കും. അല്ല, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പം നെഗറ്റീവ് മാത്രം നമ്മൾ പറയുന്നില്ല. ഒരു 85% ആൾക്കാരും ഇതിനെ നെഞ്ചേറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാവരും പറഞ്ഞു മനീഷ നന്നായിട്ട് ചെയ്തു, ഭയങ്കര സട്ടിലായിട്ട് ചെയ്തു. അതിപ്പോ നാദിർഷ ഈ പടം കഴിഞ്ഞ് അതിന്റെ ഡബിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത്, എഡിറ്റിംഗ് ഒക്കെ നടന്ന് മറ്റേ RR ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസലായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വേഷങ്ങളൊക്കെ ഇനി കിട്ടട്ടെ. അത് ഡയറക്ടറിന്റെ വായിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു നല്ല എന്താ പറയാ കമന്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഒരു ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണല്ലോ. അപ്പൊ അതിലൊരു വീട്ടമ്മ എന്നുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നപ്പോഴേ ഇപ്പൊ ആ സ്ഥലങ്ങളിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പേഴ്സണലി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ലൗഡായിരിക്കും. അവിടെയുള്ള ആളുകൾ ഭയങ്കരമായിട്ട് നിഷ്കളങ്കരായിരിക്കും. അവരുടെ സംസാര രീതി തന്നെ ഒരു വ്യത്യസ്തമാണ്. അവരുടെ ഒരു ജീവിത രീതി തന്നെ മണ്ണിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു പ്രിപ്പറേഷനും സത്യസന്ധമായിട്ട് പറയട്ടെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആകാശ് നമ്മുടെ അടുത്ത് വന്ന് കഥ വളരെ എന്താ പറയാ വിശദമായിട്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു രീതികൾ എന്താണെന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കണം. പിന്നെ മാത്രമല്ല, അതിപ്പോൾ നാദിർഷയാണെങ്കിലും ഈവൻ സുജിത് വാസുദേവൻ അദ്ദേഹം അടക്കം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറച്ച് അങ്ങനെ അത്തരം എന്താ പറയുക അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങ് കയറി അഭിനയിച്ചതല്ല, എല്ലാവരും ഇടപെട്ട് ആ കഥാപാത്രത്തിനെ നന്നാക്കാൻ എത്രത്തോളം നമുക്ക് ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും ഒക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം ചേർന്നിട്ടാണ് എനിക്കത് അവതരിപ്പിക്കാൻ പറ്റിയത്. ഇപ്പൊ നമ്മൾ രസതന്ത്രത്തിലായാലും തന്മാത്രയിലും ഇതുപോലത്തെ കുടുംബ കഥാപാത്രം നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് അത് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അത് സീരിയൽ പോലെയല്ലല്ലോ, സീരിയലിന്റെ ആക്ടിങ് പോലെയല്ല സിനിമയിൽ വരുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അതിനുശേഷം ഒരു സിനിമ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡിഫറൻസ് സീരിയലിനൊക്കെ ശേഷം? ഞാനിപ്പോ ഏഷ്യാനെറ്റിലെ മഴതോരും മുൻപേ എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സീരിയൽ ഇതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ശരിക്കും പറഞ്ഞാൽ സീരിയലിൽ ഒരു പൊടി കൂടുതലാണ് നമ്മൾ അഭിനയിക്കുന്നത്. കാരണം ഇതിപ്പം നമ്മൾ നാടകം ചെയ്യുന്നതും സിനിമ ചെയ്യുന്നതും പോലെയാണ്. സീരിയലിൽ കുറച്ച് സമയം കൊണ്ട് 30 മിനിറ്റ് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അത്ര ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ, ഒരു ക്യാപ്സ്യൂൾ രീതിയിലാണ്. അപ്പം അത് നമ്മൾ ആശയം അടുത്ത ദിവസത്തേക്ക് ഉദ്വേഗഭരിതമായിട്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തണം. അപ്പം നമ്മൾ എന്തും കുറച്ച് ഓവറായിട്ട് കാണിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ഒരു 3 മണിക്കൂർ കൊണ്ട് തീരുന്ന കഥയല്ല, ഇത് 1000 എപ്പിസോഡുകളോളം നീളേണ്ട ഒരു കഥയാണ്. അപ്പം അതിനകത്ത് ജനങ്ങളെ എത്രത്തോളം ഉദ്വേഗഭരിതമാക്കാമോ അങ്ങനെ നാളെ എന്തിട്ടാണോ അവളെ എൻ്റെ കൈ കിട്ടി ആ രീതിയിൽ അവർ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എറിച്ച് നിൽക്കണം. പക്ഷെ സിനിമയിൽ അതിന്റെ ആവശ്യമില്ല. സിനിമയിൽ നമ്മൾ ഈ 3 മണിക്കൂർ നമ്മളെ ജീവിച്ചാൽ മതി, ശരിക്കും അഭിനയിക്കണ്ട. ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു പ്രത്യേകതയാണ് ായിട്ട് ചെയ്താൽ മതി, നമ്മളൊന്നും അഭിനയിക്കണ്ട. നമ്മളത് ക്യാരക്ടർ ഇപ്പോൾ ഈ വീട്ടമ്മയുടെ ക്യാരക്ടർ തരുമ്പോൾ എനിക്ക് മേക്കപ്പ് വേണ്ട, അപ്പം ഞാൻ ഇടയ്ക്ക് പോയിട്ട് കണ്ണൊക്കെ അപ്പോൾ അതൊക്കെ പിടിച്ച് എന്നൊക്കെ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സുജിത്ത് നല്ല ചൂടനാണ്. സുജിത്ത് അതെ കണ്ണു എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇതേ കണ്ട. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ കാണിച്ചു തന്നിട്ടോ സ്ക്രീനിൽ, കണ്ട ഇത്രയും വൃത്തികേടുണ്ട്. അല്ല, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ പറയുമ്പോൾ നമുക്കത് ഓർക്കില്ല. നമ്മൾ വിചാരിക്കുമോ എന്നെ ഒന്ന് സുന്ദരിയാക്കാൻ എന്താണ് ഇവർ അനുവദിക്കാത്തതെന്നാണ് നമുക്ക് വിഷമം. പക്ഷെ അത് കാണിച്ചു തന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഇങ്ങനെ ക്യാമറയിൽ വരുമ്പോൾ ഇപ്പോഴത്തെ ക്യാമറ വളരെ ക്ലീനായിട്ട് എന്താ പറയുക, ചെറിയൊരു പൊട്ട് പോലും ഒരു ബ്യൂട്ടി സ്പോട്ട് പോലും എടുത്ത് കാണിക്കത്തക്ക രീതിയിലുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ക്യാമറയാണ്. അപ്പം നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതെ. അല്ല, ഇപ്പൊ ഈ സട്ടിലായിട്ടുള്ള അഭിനയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ സീരിയൽ ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇപ്പൊ അഭിനയം സട്ടിലായിട്ട് ഒരു ആക്ടിങ് ചെയ്യുന്ന സമയത്ത്?
ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ സീരിയൽ കുറെ ചെയ്ത് വന്നുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു സിനിമ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ സിനിമകളും ചെയ്ത് സീരിയലുകളും ചെയ്ത് രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നമല്ല. പക്ഷേ കുറെ നാള് സീരിയൽ ചെയ്തിട്ട് വന്ന് സിനിമ ചെയ്യുമ്പോൾ സട്ടിലായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതുമായിട്ടൊന്ന് താതാത്മ്യം പ്രാപിക്കാൻ ഒരു ടൈം വേണ്ടി വരും. പക്ഷെ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കിട്ടിക്കോളും. പക്ഷെ ഈ ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം ഇതുപോലെയാണ് കേട്ടോ, വളരെ സട്ടിലായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അതുകൊണ്ട് സീരിയലിൽ ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോ നാദൃശിക്കയുടെ സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പൊ ചില ഡയലോഗുകളൊക്കെ അപ്പൊ അവർ എഴുതി ഉണ്ടാക്കുന്ന ഡയലോഗുകളൊക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇപ്പൊ നമ്മളിപ്പം സംഭാഷണങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ ഞാൻ ചെയ്താലോ അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ അത്തരം സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു സംവിധായകനാണ് നാദിർഷ. അല്ലാതെ ഇല്ലല്ലോ ഞാൻ പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ ഇല്ല. നമ്മൾ പറഞ്ഞ അഭിപ്രായം നല്ലതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കൂടി എന്താ പറയാ മനസ്സുള്ളൊരു വ്യക്തി കൂടിയാണല്ലേ. പിന്നെ ഈ സിനിമയുടെ ഒരു സീനിൽ കാണിക്കുന്നുണ്ട് കണ്ണുരുട്ടുന്നുണ്ട്. അക്ഷയ് ചെയ്ത കഥാപാത്രത്തിന്റെ, ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു കണ്ണുരുട്ടിട്ട് ഒരു ചീത്ത പറയുന്ന ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അക്ഷയായിട്ടൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ? ഈ കണ്ണുരുട്ടുന്ന സീൻ എന്ന് പറഞ്ഞാൽ എന്നെ പണ്ട് മുതലേ എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, മനീഷ കണ്ണുകൊണ്ടാണ് അഭിനയിക്കുക. കണ്ണാണ് ഞാൻ അഭിനയിക്കുമ്പോൾ കണ്ണിന്റെ ഈ വലിപ്പ ചെറുപ്പങ്ങൾ വല്ലാതെ വരാറുണ്ട്. അപ്പൊ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കണ്ണുരുട്ടും. അപ്പൊ അതിനകത്തേക്ക് വന്നു എന്നുള്ളൂ. അതെല്ലാരും പറഞ്ഞു, അതോ അത് കാണുമ്പോൾ തന്നെ ദൈവമേ ഇത് എന്ത് വള്ളയാന്ന് തോന്നാറുണ്ട്. രസമായിരുന്നു. ഇപ്പൊ അക്ഷയ ഇപ്പൊ വിഷ്ണു ഒക്കെ ആണെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. വിഷ്ണു ഒക്കെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര നായകനാണ് അങ്ങനെ നമ്മളെ മാറ്റി നിർത്തുന്നൊരു ക്യാരക്ടറേ അല്ല വിഷ്ണുവിൻ്റെ. ഭയങ്കര എന്താ പറയുക ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് എനിക്ക് ഫീൽ. അതുപോലെ തന്നെയാണ് അക്ഷയയും. പിന്നെ അതിനകത്ത് ഓരോരുത്തരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ സെറ്റ് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു സിനിമ സെറ്റാണ്. ഓഫ്കോഴ്സ് നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ സിനിമ പോലുള്ള ഒരു ബിഗ് പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കൂടിയും കുറച്ചും കൂടി നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. എല്ലാവരും തമ്മിലൊക്കെ ഭയങ്കര അടിച്ചു പൊളിച്ച് ഭയങ്കര രസമായിരുന്നല്ലേ. ഇപ്പൊ വീട്ടമ്മയായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചിക്ക് എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഡ്രീം ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഡ്രീം ആയിട്ടുള്ള കഥാപാത്രം ഒരു വീട്ടമ്മയിൽ ഒതുങ്ങുന്നതല്ല. എൻ്റെ ഡ്രീം കഥാപാത്രം എന്ന് പറയുന്നത് എനിക്കൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബിന്ദു പണിക്കരേച്ചി ചെയ്തില്ലേ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു സൂത്രധാരനിൽ ചെയ്തു. അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് നോർമൽ അല്ലാത്ത കുറച്ച് നമുക്ക് എക്സ്പ്രസീവായിട്ട് നമുക്ക് ആക്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും എന്താ പറയുക ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് തോന്നിയേക്കാവുന്ന, അയ്യോ എൻ്റെ അമ്മ അങ്ങനെ തോന്നണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലും ഈ പറഞ്ഞതുപോലെ വൾഗാരിറ്റി ഇല്ലാത്ത മാന്യമായ വസ്ത്രധാരണം ചെയ്ത് മാന്യമായ രീതിയിൽ നമ്മൾ കാണിക്കുന്ന രീതിയിൽ പക്ഷെ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ മാജിക് മഷ്റൂം ചെയ്തു, അപ്പോൾ അതുപോലെ മുമ്പ് ഇപ്പൊ പറഞ്ഞ മഴതോരും മുൻപേ സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടി എപ്പോഴും നമ്മൾ പേഴ്സണലി നമുക്ക് എപ്പോഴും ഒരു നമ്മൾ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ചേച്ചിക്ക് എപ്പോഴും മനസ്സിലെപ്പോഴും ഒളിച്ച് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എത്ര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഏതായിരുന്നു? വാസവദത്ത തന്നെയാണ്. ഞാൻ ജനങ്ങള് സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനും വാസവദത്തയെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഈ വാസവദത്ത ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. മറ്റതൊക്കെ പിന്നെ ഞാൻ അഭിനയിക്കുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ വാസവദത്ത ഞാനായിട്ട് ചെയ്ത ഒരു കഥാപാത്രമാണ്. അതിലത്തെ പൊട്ടത്തരങ്ങളും അതിനകത്ത് ആ ഒരു ഹ്യൂമർ എന്താ പറയുക എലമെൻസും ഒക്കെ എൻ്റെ ലൈഫിലും ഉള്ളതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ച് ഒന്നും അത്ര മൈൻഡ് ചെയ്യാതെ കൂസലില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വന്ന് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയി തുടങ്ങിയെന്ന് എനിക്കൊരു സംശയം. പക്ഷെ എനിക്ക് അങ്ങനെ ഇരിക്കാനാണ്. വാസവദത്തെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു. ഗായിക എന്ന നിലയിലെ ഇപ്പോൾ പല പാട്ടുകാരും ഇപ്പോൾ വരുന്നുണ്ട്. ഇതിന് മുൻപ് നിരവധി പാട്ടുകാരെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ
സിനിമകളിൽ അത്രയും സജീവമാവാൻ പറ്റില്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാനൊരു 10-30 പടത്തോളം ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മിയും ശ്രീറാം ചേട്ടനും ഒക്കെയും എത്രയോ വർഷങ്ങളായിട്ട് ഈ സംഗീത രംഗത്തുള്ള കലാപ്രതിഭകളാണ്. അവരൊക്കെ അത്രയും അറിവിൻ്റെ നിറകുടങ്ങളായ ഗായകരാണ് രണ്ടുപേരും. പക്ഷെ അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ചലച്ചിത്ര സംഗീത രംഗത്തൊരു പേര് കിട്ടാൻ പറ്റിയത്. ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മിക്കും അതുപോലെ തന്നെ ശ്രീരാമേട്ടനും എം ജയചന്ദ്രൻ സാറിൻ്റെ ആ ഒരു പാട്ട് വന്നു ജനങ്ങളിലേക്ക് എത്താൻ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കുറേ പാടി അല്ലെങ്കിൽ നമ്മൾ പാട്ടുകാരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, 4 ആൾ അറിയപ്പെടുന്ന ഒരു പാട്ട് കിട്ടണം. അങ്ങനെ കിട്ടിയത് എന്ന് പറയുന്നത് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് പറയുന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. പിന്നെ ഒരുപാട് നല്ല പാട്ടുകൾ പാടി എങ്കിൽ കൂടിയും അത് ജനങ്ങളിലേക്ക് അങ്ങോട്ട് എത്തി. പകുതി പാട്ടുകൾ ഞാൻ തന്നെ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ 4 ആൾ കേൾക്കുന്ന ഒരു പാട്ട് കിട്ടണം. അപ്പൊ അത് എപ്പോഴെങ്കിലും മരിക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു നല്ലൊരു പാട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടിയ പാട്ടുകളെല്ലാം നല്ല പാട്ടുകളാണ്. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളത് പാട്ടുകാരുടെയോ അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടികർത്താക്കളുടെയോ തെറ്റല്ല. അതെ, ഇപ്പൊ ചേച്ചി പല പല മേഖലകളിൽ ഇപ്പൊ ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു, അതുപോലെ സീരിയൽ താരമാണ്, പാട്ടുകാരിയാണ്, അതുപോലെ തന്നെ RJ ആയിരുന്നു മുൻപ്. അപ്പൊ ഇത്രയും മേഖലകളിലൊക്കെ എപ്പോഴും നമുക്ക് ഈ ഒരു പേരിൽ അറിയപ്പെടണം കൂടുതൽ. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു മേഖല ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും അത് പാട്ടുകാരി തന്നെയാണ്. പാട്ടുകാരിയായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹം. പിന്നെ നമുക്ക് പാട്ടുകാരിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹമാണ് എങ്കിൽ കൂടി നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട് അല്ലേ. അതിന് നമുക്ക് സാമ്പത്തികം എന്ന് പറയുന്ന ഒരു സംഗതി വേണം. അപ്പം നമുക്ക് പൈസ എവിടെ കിട്ടുന്നോ അവിടെ നമ്മുടെ കർമ്മം എന്താ പറയുക, നമ്മൾ അതിലേക്ക് എന്താ പറയുക കോൺസെൻട്രേഷൻ ചെയ്തു ഉള്ളൂ. പാട്ട് തന്നെയാണ് നമുക്ക് എന്നും ആഗ്രഹവും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറെ ഇപ്പൊ വയസ്സാവുന്നതിൻ്റെതായിട്ട്, വയസ്സ് മീൻസ് നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ വോയിസിനും ചേഞ്ചസ് വരാം. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ശബ്ദം ഒരുപാട് സൂക്ഷിക്കുകയോ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അത് എൻ്റെ തെറ്റാണ്. ഞാൻ ഒരിക്കലും അത് വലിയ വമ്പത്തരമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ എങ്കിൽ കൂടിയും അതിപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അഭിനയത്തിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ എന്നിട്ട് പോലും ദൈവം ആ ശബ്ദത്തെ നിലനിർത്തി തരുന്നു എന്നുള്ളത് വലിയ ദൈവാധീനമായിട്ടും ദൈവാനുഗ്രഹമായിട്ടും ഞാൻ കരുതുകയാണ്. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു സമയം എന്ന് പറയുമല്ലോ, നമ്മുടെ ഒരു സമയം എപ്പോഴേലും തെളിഞ്ഞു വരും, നമ്മുടെ ഒരു കഴിവുള്ളിൽ. അല്ല, അതുണ്ടാവും. കാരണം ഞാൻ ആ സമയത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിലും വിശ്വസിക്കുന്നു, പ്രപഞ്ച ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കുറച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ആൻ ആർട്ടിസ്റ്റ്, ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ കഴിഞ്ഞു വന്ന ഒരാളാണ്. അപ്പം ഞാൻ ആ ഒരു തകർച്ചയിൽ നിന്നൊന്ന് നടുനിവർത്തി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തകർച്ചയും അതിന് മുന്നേ ഉണ്ടായിരുന്ന ഭയങ്കര ആഹ്ലാദങ്ങളും പിന്നെ ഇപ്പം മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഒരു ലൈഫും ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ അനുഭവിക്കുന്നത് ഒന്നുമല്ല. ഈ പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയി, വരാനിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പൊ ഇത് മാത്രമേ സത്യമുള്ളൂ. അപ്പൊ ഞാനിപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യാതെ നമ്മൾ ജീവിക്കുന്നത് അങ്ങ് ജീവിച്ച് തീർക്കുക എന്നുള്ളതുള്ളൂ. അതിൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ കുറച്ച് കരുതലോടെയും ബുദ്ധിപരമായും ചെയ്താൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. പിന്നെ കൂടുതൽ ഈ ആത്മാർത്ഥത കാണിക്കാണ്ടിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. കലികാലത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, കലികാലം അങ്ങനെയാണ്. കലികാലത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു സാമർത്ഥ്യം വേറെ തന്നെയാണ്. ആ സാമർത്ഥ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസകാരിയാണ്. ഇപ്പൊ ഈ ബിഗ് ബോസിന് മുൻപും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പുതിയ സിനിമ ചെയ്തല്ലോ, ബിഗ് ബോസിന് ശേഷമുള്ള ഒരു ലൈഫിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് മിനിഷ ചേച്ചി? നമ്മൾ പൊതുവെ ഈ ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ ഈ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡഡ് ഷോസിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്രാൻഡിങ് ഒരു ലെവലുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു എന്താ പറയുക ഭാരം ചെറുതല്ല. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് ബിഗ് ബോസ് താരങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിൽ മിടുക്കരായവർ ഫൈറ്റ് ചെയ്ത് അവരെ കഴിവ് അവരെ എങ്ങനെയെങ്കിലും ഇപ്പൊ പണ്ടൊക്കെയാണ് ഈ കഴിവുള്ളവരെ തേടി അവസരങ്ങൾ വന്നിരുന്നു. ഇപ്പോ മിടുക്കുള്ളവരെ തേടിയാണ് അവസരങ്ങൾ വരുന്നത്. കഴിവ് സെക്കൻഡറി ആണ്. കഴിവ് പിന്നെ നമുക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു മാറ്റം
ഈ എന്താ പറയാ ആസ്വാദകരുടെ ഇടയിൽ വന്നുപോയി. അപ്പൊ അത് നമുക്കിനി മാറ്റാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസിനൊന്നും ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല. വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് എന്നൊക്കെ നമ്മൾ ഒരുപാട് ഊക്കം കൊണ്ട് പറഞ്ഞിരുന്നു. ഇന്ന് അതിലൊന്നും ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ ഒരവസരം എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ പിള്ളേരെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് കഴിവുള്ളവരെ തേടി അവസരങ്ങൾ വന്നിരുന്നു. ഇന്ന് കഴിവുള്ളവൻ അവസരങ്ങളെ തേടി അങ്ങോട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബ്രാൻഡിനെ പലരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചിലവർ അത് ആ ഒരു അവിടെ നിന്ന് വിട്ടു, ആ ഒരു അധ്യായം കഴിഞ്ഞു, നമുക്ക് റിയൽ ലൈഫിലോട്ട് വരണം, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി ആ ഒരു ഏത് ഇതിലായിരിക്കും? ഒന്നാമത് പൊതുവെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ആസ്വാദകരുടെ രീതികളും പിന്നെ ഈ കലാരീതികളും എല്ലാം സമൂലമായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും എന്ന് പറയുന്നത്, സുപ്രസിദ്ധരായ ആൾക്കാർ എന്താ പറയാ നെഞ്ച് വിരിച്ച് നിർത്തി എന്താ ജനങ്ങളുടെ മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, കുപ്രസിദ്ധി ഉള്ളവർ അന്ന് തലയിൽ മുണ്ടിട്ടിട്ടതാണ്. പക്ഷെ ഇന്ന് കുപ്രസിദ്ധരായ ആൾക്കാരാണ് ഭയങ്കര സെലിബ്രിറ്റി പരിവേഷമൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ അത്രയും വലിയൊരു മാറ്റം ഈ ഒരു കാര്യത്തിൽ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് എന്താ പറയാ ചേഞ്ചസ് ഉണ്ടാവും. അല്ല, ശരിക്കും പറഞ്ഞാൽ മനീഷ ചേച്ചിയുടെ വളർച്ച ഇനിയും ഉയരങ്ങളിൽ എത്തും, അത് 100% ഉറപ്പാണ്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, മുരടിച്ചു. ഒരിക്കലും നമ്മളാണ് നമ്മുടെ കുറച്ച് പ്രായമാക്കുന്നതെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനിയും നമ്മുടെ കഴിവുള്ളിടത്തോളം കാലം നമ്മൾ നിലനിൽക്കാതെ അല്ല, ആ കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, പ്രപഞ്ച ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു നമുക്കിപ്പം ഈ റീൽസ് ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും എന്റർടൈൻമെന്റ് എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ റീൽസിൽ പാലക്കാടുള്ള 2 കപ്പിൾസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവളെ നോക്കുന്ന ഒരു പുരുഷൻ കൂടെ ഉള്ളതാണ്. പക്ഷെ അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്ത്രീയുടെ ശക്തി സ്ത്രീ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കണം. ഇത്തരം ചിന്താഗതികളാണ് നമ്മൾ സ്ത്രീകളെ അടിച്ചമർത്തലിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു സ്ത്രീയുടെ ശക്തി പുരുഷനാണെന്ന് എന്ന് ചിന്തിക്കുന്നു, അവിടെയാണ് അടിമത്തവും. ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ പിൻബലമാണ് പുരുഷൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ഒരു ബലം എന്ന് പറയുന്നത് അവളെ സ്നേഹിക്കുന്ന, അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷനായിരിക്കാം. പക്ഷെ ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് അവള് തന്നെയാണ്. അവളുടെ ഉള്ളിലാണ് ശക്തി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി. എനിക്ക് എന്റെ പെൺകുട്ടികളോട് എല്ലാവരോടും പറയാനുള്ളതാണ്, മക്കളെ നിങ്ങളാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, അന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കും. സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ ചേച്ചി പറഞ്ഞു. അപ്പൊ ഇനിയും ഇതുപോലെ നിരവധി വേഷങ്ങൾ ലഭിക്കട്ടെ, അതുപോലെ തന്നെ നിരവധി സിനിമകൾ പാട്ടുപാടാനും കൂടി കഴിയട്ടെ. തീർച്ചയായിട്ടും കഴിവെല്ലാം നമ്മുടെ സിനിമകളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എനിക്ക് കൗമുദി പ്രേക്ഷകരോടായിട്ട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു ചെറിയ മൂവിയെ നിങ്ങൾ കാണുക, വിലയിരുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. അത് സ്പെസിഫിക് ആയിട്ടുള്ള ന്യായമായ കുറ്റങ്ങൾ കണ്ടെത്തി തീർച്ചയായിട്ടും പറഞ്ഞാൽ അത് തിരുത്താൻ ഞങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാണ്. പക്ഷേ എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ കാണാതിരിക്കരുത്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നവും അധ്വാനവുമാണ്. എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരു കൂട്ടം ആൾക്കാരുടെ സ്വപ്നവും അധ്വാനം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ പടത്തിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരുടെയും സ്നേഹത്തിനും എല്ലാവരുടെയും ഉപദേശങ്ങൾക്കും തെറ്റ് തിരുത്തലുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കും. വളരെയധികം ചേച്ചി.